ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്കൂൾ തുറക്കാനായിട്ട് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളെ ബാക്കിയുള്ളൂ. വെക്കേഷൻ തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി 2 മാസം വെക്കേഷൻ ആണല്ലോ എന്ന്. നമ്മൾ അമ്മമാർക്ക് ഇത് ഈ ഒരു സ്കൂൾ റീ ഓപ്പണിംഗ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ന്യൂ ഇയർ തുടങ്ങുന്ന പോലെയാണ്. കാരണം ഇനി വീണ്ടും നമ്മൾ ലഞ്ച് ബോക്സ് റെഡിയാക്കുക, സ്നാക്സ് ബോക്സ് റെഡിയാക്കുക, യൂണിഫോം റെഡിയാക്കുക, സ്റ്റേഷനറി അറേഞ്ച് ചെയ്യുക എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആയിട്ടിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ സ്കൂൾ റീ ഓപ്പണിങ്ങിന് മുമ്പായിട്ട് നമുക്ക് നമ്മളെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ വീടിനെ, നമ്മുടെ കുട്ടികളെയൊക്കെ ഇങ്ങനെ പ്രിപ്പയർഡ് ആക്കി വെക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ചെറിയ ചില പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ റൂട്ടീൻസ് ഒക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ 2 മാസം നമ്മൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നമ്മുടെ റൂട്ടീൻസിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. ഞാനിപ്പോ വൈകിയാണ് എഴുന്നേക്കാറുള്ളത്, വൈകിയാണ് കിടന്നുറങ്ങാറുള്ളത്. അതുപോലെ തന്നെയാണ് എൻ്റെ മോന്റെ കാര്യവും. ഒരുപാട് വൈകി ഉറങ്ങുകയും വൈകി എണീക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്കൂൾ തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ചേഞ്ച് നമ്മുടെ ബോഡിയും അതുപോലെ മൈൻഡും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇനിയുള്ള ഈ ഒരു കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ, നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയെയും മൈൻഡിനെയും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ അതിനായിട്ട് നമ്മുടെ ഉറക്കത്തിന്റെ സമയം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക, നേരത്തെ കിടന്നുറങ്ങുക, അതുപോലെ നേരത്തെ എണീക്കുക. അത് ഈ ഒരു കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കൂൾ തുറക്കുന്ന ദിവസം പെട്ടെന്ന് വലിയൊരു ചേഞ്ച് നമുക്ക് നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ മൈൻഡിന് കൊടുക്കേണ്ടതായിട്ട് വരില്ല. അതുപോലെ രാത്രി ഒരുപാട് സമയം സ്ക്രീനൊക്കെ നോക്കിയിരിക്കുന്ന, മൊബൈലിലൊക്കെ നോക്കിയിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഒന്ന് ചെറുതായിട്ട് കുറച്ച് കൊണ്ടുവരിക. കാരണം സ്കൂള് തുറന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പഴയ റൂട്ടീനിലേക്ക് പോകുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ ഉറക്കം വൈകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അന്നത്തെ മൂഡ് തന്നെ നശിച്ചു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്ലീപ്പ് ക്വാളിറ്റിയും നമ്മുടെ മോർണിംഗ് മൂഡുമായിട്ട് ഒരുപാട് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യം, അതായത് നമ്മുടെ സ്ലീപ്പ് അല്ലെങ്കിൽ എഴുന്നേൽക്കുന്ന സമയം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഫസ്റ്റ് തന്നെ അതൊന്ന് റീസെറ്റ് ചെയ്യുക. നമ്മുടെ റൂട്ടീൻസ് ഒക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത് പഴയ രീതിയിലേക്ക് കൊണ്ടുവരാം. ഈ കുറച്ച് ദിവസങ്ങളിൽ ആ ഒരു കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാം. കുട്ടികൾ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ മോർണിംഗ് റഷ് ഒഴിവാക്കാനായിട്ട് കാലത്ത് സമയം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാം നമുക്കൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം, വീട്ടിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതിൽ ചില ചേഞ്ചസ് വരുത്താറുണ്ട്. എല്ലാ ഐറ്റംസും നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കാലത്ത് ആവശ്യമുള്ള സാധനങ്ങൾ തപ്പി നടന്ന് ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട, പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ വാർഡ്രോബ് ഓർഗനൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ തന്നെ അവൻ്റെ സ്കൂൾ യൂണിഫോംസ് ഞാൻ ഹാങ് ചെയ്താണ് ഇടാറുള്ളത്. സ്പോർട്സ് യൂണിഫോംസ് ആണെങ്കിൽ അതിനിടയിൽ തന്നെ ഒരു ബാസ്ക്കറ്റിൽ ഞാൻ ഫോൾഡ് ചെയ്ത് വെക്കാറുണ്ട്. ബുക്സ് അതുപോലെ തന്നെ അതിനടുത്ത് തന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കുക. സ്കൂൾ ബാഗ് അതിനടുത്ത് തന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കാം. പിന്നെ ഡ്രോഴ്സിൽ നോക്കുകയാണെങ്കിൽ അവൻ്റെ ഇന്നർ വെയേഴ്സ്, അതുപോലെ കാലത്ത് സമയം എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ, നാപ്കിൻസ്, സോക്സ്, ബെൽറ്റ്, ടൈ, എല്ലാ ഐറ്റംസും കാലത്ത് ഡ്രസ്സ് ചെയ്യാൻ ആവശ്യമുള്ളത്, കർച്ചീഫ്, എല്ലാ ഐറ്റംസും ഞാൻ ഒരേ ഒരു സ്ഥലത്ത് തന്നെ പല പല ബാസ്ക്കറ്റിലായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. അതുപോലെ തന്നെയാണ് അവൻ്റെ ലഞ്ച് ബോക്സ്, സ്നാക്ക് ബോക്സ്, വാട്ടർ ബോട്ടിൽ, ഈ 3 ഐറ്റംസും കാലത്ത് നമ്മൾ ലഞ്ച് പാക്ക് ചെയ്യും, സ്നാക്സ് പാക്ക് ചെയ്യും, വെള്ളം നമ്മൾ പാക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഒരേ സമയത്തായതുകൊണ്ട് ഈ ഐറ്റംസ് എല്ലാം ഓരോ സാധനം ഓരോ സ്ഥലത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പല പല സ്ഥലത്തു നിന്ന് എടുക്കാനായിട്ട് സമയം ഒരുപാട് വേസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാം കൂടി ഒരൊറ്റ ബാസ്ക്കറ്റിലാക്കിയിട്ട് കബോർഡിൽ തന്നെ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. ഈ ഒരു ബോട്ടിൽ ഞാനിപ്പോൾ റീസെന്റ് ഈ ഒരു കൊല്ലത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതാട്ടോ. നമ്മുടെ കുട്ടിയുടെ പേര് ഇതുപോലെ ഇതിൽ പ്രിന്റ് ചെയ്ത് തരും. ആമസോണിന്റെ പർച്ചേസ് ലിങ്ക് ഞാൻ കൊടുത്തേക്കാട്ടോ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇങ്ങനെ നമ്മൾ ചെറിയ ചേഞ്ചസ് വരുത്തി സാധനങ്ങളെല്ലാം ഒരു സ്ഥലത്ത് തന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കാലത്തുള്ള ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാം. അടുത്തൊരു കാര്യം മീൽ പ്രെപ്പ് അല്ലെങ്കിൽ കിച്ചൺ റുട്ടീൻ നമ്മൾ റീസെറ്റ് ചെയ്യാന്നുള്ളതാട്ടോ. മീൽ പ്രെപ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പൊ നമുക്ക് എല്ലാ വെജിറ്റബിൾസും നേരത്തെ കട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് നമ്മൾ ചെയ്തു വെക്കാം. മീൽ പ്ലാനിങ് ചെയ്യുക. ഇപ്പോൾ അടുത്ത ഒരാഴ്ചത്തേക്ക് ഇപ്പൊ ഇത്രയും ദിവസത്തെ പോലെ അല്ലല്ലോ, ലഞ്ച് പാക്ക് ചെയ്യുക, സ്നാക്സ് പാക്ക് ചെയ്യുക എന്ന് പറയുന്ന എക്സ്ട്രാ ഒരു ജോലി നമുക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാനായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തിരിക്കാം. അടുത്ത ഒരാഴ്ചക്ക് നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് എന്തൊക്കെയാണോ അതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. അതനുസരിച്ച് മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ മൺഡേ ടു സാറ്റർഡേ എന്തൊക്കെ ഐറ്റംസ് സ്നാക്ക് ബോക്സിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ ലഞ്ച് ബോക്സിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കുക. അതനുസരിച്ച് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കുക.
ഇപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലാത്ത ചില സാധനങ്ങൾ ഉണ്ടാവും കഴിക്കാനായിട്ട്. ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ തേടേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ നേരത്തെ തന്നെ ഈ ഒരു സമയത്ത് ഇപ്പൊ എന്തെങ്കിലും ബുക്സ് നോക്കിയിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് നോക്കിയിട്ടൊക്കെ ക്വിക്കായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കി വെക്കാം. പുതിയ പുതിയ റെസിപ്പീസ് കണ്ടുപിടിക്കാം. അത് നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കാം. അതനുസരിച്ച് മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ മൺഡേ ടു സാറ്റർഡേ നമ്മൾ ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ നമുക്ക് നേരത്തെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കാം. കുട്ടികളുടെ കാര്യം നമുക്കറിയാം. അവർക്ക് നമ്മൾ സ്റ്റേഷനറി ഐറ്റംസ്, ഇപ്പോൾ പെൻസിൽസ്, എറേസേഴ്സ്, അങ്ങനെ എന്തൊരു ഐറ്റം നമ്മൾ മേടിച്ചു കൊടുത്ത് സ്കൂളിൽ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരത് കളഞ്ഞിട്ട് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നമ്മൾ ഒരു കൊല്ലത്തേക്ക് വേണ്ട സാധനങ്ങൾ ഒരുമിച്ച് മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള പർച്ചേസസ് നമുക്ക് ഒഴിവാക്കാം കേട്ടോ. ഇപ്പോൾ പെൻസില്, അതുപോലെ എറേസർ, ഷാർപ്നർ, എല്ലാ ഐറ്റംസും കുറച്ചധികം നമ്പർ നമ്മൾ മേടിച്ച് ഒരു കൊല്ലത്തേക്ക് വേണ്ടത് നേരത്തെ സ്റ്റോർ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ബുക്സ് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബുക്സ് നേരത്തെ നമ്മൾ കവർ ചെയ്ത് ലേബൽ ചെയ്ത് റെഡിയാക്കി വെക്കാം. ആ ലാസ്റ്റ് മിനിറ്റിലുള്ള സ്ട്രെസ് ഒഴിവാക്കാനായിട്ട് ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ ഒരു സമയത്ത് നമുക്ക് അതിന് വേണ്ടി എല്ലാം പ്രിപ്പയർ ചെയ്ത് എല്ലാം കറക്റ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലാസ്റ്റ് മിനിറ്റ് അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകുന്നതിൻ്റെ തലേ ദിവസം സാധനങ്ങൾ മേടിക്കാനായിട്ട് ഓടി നടക്കേണ്ട ആവശ്യമില്ല. ആ ഒരു തിരക്കിട്ട സമയത്ത് നമുക്ക് മറ്റു കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ആ ഒരു സമയം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നേരത്തെ നമ്മൾ മേടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കളഞ്ഞിട്ട് വന്നാലും നമുക്ക് ഉടനെ തന്നെ അത് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കടയിൽ പോയി മേടിക്കേണ്ട ഒരു അവസ്ഥ വരില്ല. അപ്പോൾ എനിക്കിനിയിപ്പോൾ ലേബൽ ചെയ്യേണ്ട ഒരു പണി മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ഞാൻ ബുക്കൊക്കെ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ് കഴിഞ്ഞ് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാ ബുക്സും, നോട്ട് ബുക്സും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്സും നേരത്തെ തന്നെ സ്കൂളിൽ നിന്ന് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ബുക്സ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ കവർ ചെയ്ത് ലേബൽ ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ നിങ്ങളുടെ കുട്ടികൾ ആദ്യമായിട്ടാണ് ഈ ഒരു കൊല്ലം സ്കൂളിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിലും 2 മാസം വീട്ടിലിരുന്ന് ഒരു മെൻ്റലി ഒരുപാട് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഇമോഷണലി അവരെ നമ്മൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് കേട്ടോ അടുത്തൊരു സ്റ്റെപ്പ്. നമ്മൾ നേരത്തെ തന്നെ കുട്ടികളുടെ അടുത്ത് സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അടുത്ത കൊല്ലം എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ അവരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനായിട്ട് നോക്കുക. അവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ച് സ്കൂളിലേക്ക് എന്താണ് അടുത്ത കൊല്ലം നമുക്ക് എക്സൈറ്റഡ് ആയിട്ട് അവിടെ അവരെ കാത്തിരിക്കുന്നത്, സ്കൂളിലെ ടീച്ചർമാരെ കുറിച്ചിട്ട് നല്ല കാര്യങ്ങൾ പറയാം. അവർക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിൽ സ്കൂളിനെ കുറിച്ചിട്ട് നമ്മൾ കുറച്ച് അവരെ മെന്റലി പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ അവരോട് സംസാരിക്കുക. പുതിയ കുട്ടികളെ, പുതിയ ഫ്രണ്ട്സിനെ കാണുന്ന ഒരു എക്സൈറ്റ്മെന്റ്, പുതിയ ആക്ടിവിറ്റീസ്, പുതിയ ടീച്ചർമാര്, അതുപോലെ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചർമാരെയൊക്കെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ നമ്മൾ കുട്ടികളെ ഇമോഷണലി അവരെ പ്രിപ്പയർഡ് ആക്കുക. അടുത്ത ഒരു കാര്യം, സ്കൂൾ സീസണിൽ നമ്മൾ അമ്മമാര് നമ്മളെ കുറിച്ചിട്ട് മറന്നുപോകും. ഒരു ദിവസം നിശബ്ദമായിട്ട് നമ്മൾ എത്രയോ കാര്യങ്ങളാണ് സ്കൂൾ സീസൺസിൽ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്നതെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ. അപ്പൊ എപ്പോഴും നമുക്ക് തിരക്ക് കൂടുന്ന സമയത്ത്, ഇപ്പൊ വെക്കേഷൻ ടൈമിൽ നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്യാൻ സമയം കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൂൾ റീഓപ്പണിംഗ് ആയി കഴിയുമ്പോൾ വീണ്ടും പഴയ റൂട്ടീൻസിലേക്ക് പോയി തിരക്കാവുന്ന സമയത്ത് നമ്മളെ മറന്നു പോകുന്നത് കൊണ്ട് തന്നെ അപ്പോഴും നമ്മൾ റിലാക്സ് ചെയ്യാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തുക. അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കാമായിട്ടിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ റഷ് ചെയ്യാതെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്, നമ്മളെ മൈൻഡിനെ ഒന്ന് റിലാക്സ്ഡ് ആക്കി വെക്കാനായിട്ട്, അതുപോലെ ചെറിയ ചെറിയ ബ്രേക്സ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് എടുക്കാനായിട്ട് എല്ലാം നമ്മളെ തന്നെ ഒന്ന് റിമൈൻഡ് ചെയ്ത് കൊണ്ടുപോവുക. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും, ഇപ്പൊ ചെറിയ ഹോബീസ് ആണെങ്കിൽ ഡെയിലി ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. അതുപോലെ സ്കിൻ കെയർ, നമ്മുടെ ഹെൽത്ത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അതിനുള്ള സമയം നമ്മൾ എപ്പോൾ കണ്ടെത്തണം എന്നുള്ളതും നമ്മൾ ഇപ്പോഴേ തന്നെ ഒന്ന് മെന്റലി പ്രിപ്പയർഡ് ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. സ്കൂൾ റീഓപ്പണിംഗിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അതായത് നമ്മൾ ദിവസത്തിന് തലേ ദിവസം തന്നെ മാക്സിമം കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ റെഡിയാക്കി വെക്കുക എന്നുള്ളത്.
ഈ ഒരു ഒറ്റ ഹാബിറ്റ് മതി നമ്മുടെ മോർണിംഗ്സ് ഒരുപാട് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സ്കൂൾ ബാഗ് നമ്മൾ തലേദിവസം രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് തന്നെ റെഡിയാക്കി വെക്കുക. കുറച്ച് വലിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് തന്നെ പറയാം, തലേ ദിവസം രാത്രി തന്നെ ഹോംവർക്സ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ബാഗൊക്കെ റെഡിയാക്കി ബുക്സ് ഒക്കെ പാക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്ത് വെക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ മീൽ പ്രെപ്പ് ചെയ്ത് വെക്കുക. അതുപോലെ നെക്സ്റ്റ് ഡേ നമ്മൾ പ്ലാൻ ചെയ്യുക. ഇപ്പോൾ പ്ലാനറൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നെക്സ്റ്റ് ഡേയിലേക്ക് നമ്മൾ സ്നാക്സ്, ലഞ്ച് ബോക്സ്, എന്തൊക്കെ ഐറ്റംസ് റെഡിയാക്കണം എല്ലാം നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി വെക്കുക. ഇത് നമ്മൾ തലേദിവസം രാത്രി ചെയ്ത് വെക്കണം. അതുപോലെ യൂണിഫോംസ് അയൺ ചെയ്ത് നമ്മൾ ഹാങ് ചെയ്തിടുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ അത്രയും കാര്യങ്ങൾ നമ്മൾ കാലത്ത് ചെയ്യേണ്ടതായിട്ട് വരില്ല. ആ ഒരു സമയത്ത് എന്താണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ഒരു കാര്യം മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. അപ്പൊ സ്കൂൾ തുറക്കാനായിട്ട് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ചെറിയ ചെറിയ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സീസൺ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കുട്ടികളെ ആണെങ്കിലും നമ്മളെ തന്നെയാണെങ്കിലും മെന്റലി നമ്മൾ പ്രിപ്പയർഡ് ആക്കി വെക്കാനായിട്ട് ഈ ചെറിയ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതുപോലെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്ന ആളുകൾക്കായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് ലേഡീസ് നോട്ട് പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.